ഇന്ന് ഞാൻ IISTയുടെ ഹോസ്റ്റൽ ടൂറാണ് തരാൻ പോകുന്നത്. അപ്പം ഞാൻ മാക്സിമം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ഗേറ്റ് വന്നിട്ട്. ബാക്ക് ഗേറ്റിൽ CISFന്റെ ചെക്കിങ്ങും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ ധ്രുവ ഹോസ്റ്റലാണ്. അത് BTech ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഹോസ്റ്റലാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാഫറ്റേരിയ വരുന്നത്. എല്ലാവർക്കും കൂടി ഉള്ള ഒരു കോമൺ ആയിട്ടൊരു കാഫറ്റേരിയ. അവിടെ നിന്ന് നമ്മൾ പിന്നെ നടക്കുമ്പോൾ അടുത്ത ഹോസ്റ്റൽ വന്നിട്ട് ഒരു ഗേൾസ് ഹോസ്റ്റലാണ്. ധനിഷ്ഠ എന്നാണ് അതിൻ്റെ പേര്. ആദ്യം അതൊരു ഹോസ്റ്റൽ ഓഫീസായിരുന്നു. പിന്നെ ഇവിടെ ഗേൾസിൻ്റെ എണ്ണം പതിയെ കൂടാൻ തുടങ്ങിയപ്പോൾ അത് ഗേൾസ് ഹോസ്റ്റലാക്കി മാറ്റിയതാണ്. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമ്മുടെ തേർഡ് ഇയേഴ്സിൻ്റെ ബോയ്സിൻ്റെ ഹോസ്റ്റലിലേക്കുള്ള ഒരു വഴിയാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ PhD ഹോസ്റ്റൽ വരുന്നുണ്ട്. അതിൻ്റെ പേര് ചിത്ര എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റിയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗേൾസ് കുറവായതുകൊണ്ട് 3 ഗേൾസ് ഹോസ്റ്റലേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ബോയ്സ് ഹോസ്റ്റലാണ്. ഇവിടെ നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി വരുന്നുണ്ട് 24 hours. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ IIST ക്യാമ്പസ് ടൂറിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലിലും മതിലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് തൊട്ടിപ്പുറത്ത് ഹോസ്റ്റൽ ഓഫീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഫൽഗുനി ഹോസ്റ്റൽ വരുന്നുണ്ട് MTechലെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ട്. ഇനി ആ കാണുമ്പോൾ അവിടെ ഒരു കാട് പോലത്തെ സംഭവമില്ല, അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലുകൾ വരുന്നത്. കണ്ടാൽ മനസ്സിലാവും അവിടെ ഗേറ്റും കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ വിശാലമായി തുറന്നിട്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് തന്നെയായിട്ട് നമ്മുടെ സെക്കൻഡ് ഇയർ ഹോസ്റ്റൽ വരുന്നുണ്ട് ബോയ്സിൻ്റെ, അപ്പുറത്ത് ഫോർത്ത് ഇയർ ഹോസ്റ്റൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു വഴി കയറി വരുമ്പോഴാണ് 2 മെയിൻ ആയിട്ടുള്ള ഗേൾസ് ഹോസ്റ്റലുകൾ വരുന്നത്. പിന്നെ നമ്മുടെ ഹോസ്റ്റലുകളിൽ ജാനിറ്റേഴ്സ് 24 മണിക്കൂറും കാവലായിട്ട് ഇരിപ്പുണ്ട്. ഗേൾസ് ഹോസ്റ്റലുകളിൽ മാത്രം, ബോയ്സ് ഹോസ്റ്റലിൽ രാത്രി മാത്രമേ ജാനിറ്റേഴ്സ് വരാറുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നതാണ് അനുരാധ ഹോസ്റ്റൽ. അത് PhD ചേച്ചിമാർക്കും പിന്നെ കുറച്ച് MTech സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണ്. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗേൾസ് ഹോസ്റ്റൽ, അരുന്ധതി ഹോസ്റ്റൽ. അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് BTech ഗേൾസും പിന്നെ കുറച്ച് MTech ചേച്ചിമാരും കൂടി ഉള്ള ഹോസ്റ്റലാണ്. പിന്നെ നമുക്ക് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമുള്ള റോഡാണ്. പക്ഷെ ആ ഇറക്കത്തിലുള്ള റോഡിൽ കൂടെ നമുക്ക് കോമൺ ആയിട്ടുള്ള റോഡാണ്. ചുരുക്കി പറഞ്ഞാൽ ഗേൾസിന് എല്ലാ വഴിയും പോകാം, ബോയ്സിന് ഈ വഴി വെച്ച് ബാക്കി എല്ലാ വഴിയിലൂടെയും പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ അരുന്ധതി. അപ്പോൾ എല്ലാ ഹോസ്റ്റലുകളും സെയിം രീതിക്കാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോസ്റ്റൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഒരു ഇപ്പോഴത്തെ ഹോസ്റ്റൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ജാനിറ്ററിന് വേണ്ടിയിട്ട് ഒരു ഡെസ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയും കാര്യങ്ങളുണ്ട്. നമ്മുടെ റൂമിൻ്റെ കീ വെക്കാനായിട്ട് ഒരു കീ ഹോൾഡർ ഇവർ തന്നിട്ടുണ്ട്. റൂമിൻ്റെ കീ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് തന്നെ തരുന്നതായിരിക്കും. പക്ഷേ അലമാരയുടെയൊക്കെ കീ നമ്മൾ തന്നെ കൊണ്ടുവരണം. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രജിസ്റ്റർ കാണാൻ പറ്റും. അത് നമ്മളൊന്ന് ക്യാമ്പസിന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാനായിട്ട്. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ റൂമിൽ ഫാൻ വർക്ക് ചെയ്യുന്ന അല്ല ലൈറ്റ് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ എഴുതാനായിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ റൂമിൻ്റെ അകം കാണിക്കുന്നില്ല, ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണാം. ഇനി എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് റൂം ടൂർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു 24 hours വർക്ക് ചെയ്യുന്ന ഒരു കൂളർ ഉണ്ട്. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. വാഷിംഗ് മെഷീൻ നമ്മൾ തന്നെ മേടിക്കുന്നതാണ് ബാച്ചായിട്ട്. ഇതാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ വാഷിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ പൈസ പിരിവിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്ലംബിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് പെർമിഷൻസ് എടുക്കണമെന്ന് മാത്രം. അങ്ങനെ എല്ലാ ഇയേഴ്സിൻ്റെ നമ്മുടെ സീനിയറിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ഒരു കൂളർ ഉണ്ട്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൂളറാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൂടുവെള്ളമോ തണുത്തുള്ളോ നോർമൽ വെള്ളമോ നമുക്ക് എടുക്കാം. പിന്നെ അവിടെ പാത്രം കഴുകാനായിട്ട് ഒരു ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോർ എത്തുമ്പോൾ ഇതാണ് കാഴ്ച. ഇവിടെ നമ്മൾ തുണികളൊക്കെ ഉണക്കാൻ ഇട്ടേക്കുന്നതാണ്. സ്റ്റാൻഡുകളെല്ലാം നമ്മൾ പേഴ്സണലായിട്ട് മേടിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും റൂമുകളാണ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു വശം ഫുള്ള് 2 ഷെയർ റൂമും മറുവശം ഫുള്ള് 3 ഷെയർ റൂമുമാണ്. അപ്പോൾ ഈ സൈഡിലെല്ലാം 2 ഷെയർ റൂമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2 വാഷ് ബേസിനും പിന്നെ ഒരേ കണ്ണാടിയും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഹോസ്റ്റലിൻ്റെ അപ്പുറത്തെ വശം, അതായത് റൈറ്റ് സൈഡ് 3 ഷെയർ റൂമുകളായതുകൊണ്ട് ആ സൈഡിൽ 4 വാഷ്റൂം, 4 വാഷ് ബേസിൻ, 4 കണ്ണാടി, അങ്ങനെ എല്ലാം 4 എണ്ണം വീതുണ്ട്. പിന്നെ ഇവിടെ പാഡ് കത്തിക്കാനായിട്ട് ഒരു ഇൻസിനേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത പാഡ് പേപ്പറിൽ കവർ ചെയ്തിട്ട് അതിലിട്ട് കഴിയുമ്പോൾ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ക്ലീനിങ് ചേച്ചിമാർ വന്നിട്ട് അത് കത്തിച്ച് കളയും. പിന്നെ നമ്മൾ വാഷ്റൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്. ഇത് 24 മണിക്കൂറും നമുക്ക് പ്രവർത്തിക്കാം, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ അതേപോലെ 2 പൈപ്പ് വരുന്നുണ്ട്, ചൂടുവെള്ളം, തണുത്ത വെള്ളം, പിന്നെ ഷവർ ഉണ്ട്. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ഹാങ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഒരു നോർമൽ വാഷ്റൂം അത്രയേ ഉള്ളൂ.
ഇവിടെ എല്ലാ വാഷ്റൂമിലും ഹീറ്റർ ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രവർത്തിക്കാം. പിന്നെ ടോയ്ലറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, നോർമലായിട്ട് ഒരു ടോയ്ലറ്റ് ഏരിയ. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ചൂല അവർ തരുന്നുണ്ട്. നമ്മുടെ റൂമിൻ്റെ അകം ഫുള്ള് നമ്മൾ തനിയെ ക്ലീൻ ചെയ്യണം. പക്ഷേ ഈ ഒരു കോറിഡോർ, വരാന്ത, വാഷ്റൂം എല്ലാം നമ്മുടെ ക്ലീനിങ് ചേച്ചിമാർ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റൂം ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ അടിച്ചുവാരി ചൂല അതെല്ലാം അവർ തരും. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ വിശാലമായൊരു ബാൽക്കണി ഉണ്ട്, പക്ഷേ ഇവിടെ എല്ലാവരും തുണി വിരിച്ചിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ താഴെ കണ്ട ആ ഒരു മുള, അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. തൊട്ടപ്പുറത്ത് ഇഷ്ടംപോലെ മലകളൊക്കെ ഉണ്ട്, പക്ഷെ മേഘം വന്ന് മൂടിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 24 മണിക്കൂർ നമുക്ക് വൈഫൈ ഉണ്ട്, അതേപോലെ തന്നെ 24 മണിക്കൂറും കറണ്ടും ഉണ്ട്. ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റർ ഉണ്ട്, അതുകൊണ്ട് അപ്പം തന്നെ കറണ്ട് വരുന്നതാണ്. അതുകൊണ്ട് കറണ്ട് പോയ ഒരു അവസ്ഥ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല സത്യം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3rd ഫ്ലോർ വരുന്നുണ്ട്. സെയിം പോലെ തന്നെയാണ്, ബാൽക്കണി കുറച്ച് ഇറക്കി കൊടുത്തിരിക്കുന്നത്, അവിടെയും തുണിയിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. റൂമിൻ്റെ രീതികളെല്ലാം സെയിം തന്നെയാണ്. സെക്കൻഡ് ഫ്ലോറിൽ പിന്നെയും ഒരു വാട്ടർ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലായിട്ട് ഒരു ഡ്രൈയിങ് ഏരിയ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഡ്രൈയിങ് സ്റ്റാൻഡ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴ കിട്ടിയിട്ട് തുണി ഇടാവുന്നതാണ്. ഇതിൻ്റെ അഴ കിട്ടാനുള്ള കയറ് നമ്മൾ മേടിക്കണം. എന്നിട്ട് നമുക്ക് തുണി ഉണക്കി നമ്മുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് പോരാം. ഇതൊരിക്കലും ലോക്കൊന്നും ചെയ്തില്ല ആരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ടൂർ. ഏകദേശം എല്ലാ ഹോസ്റ്റലും സെയിം രീതിക്ക് തന്നെയാണ് ഉള്ളത്. ആകെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈയിങ് ഏരിയ എല്ലാവർക്കും പല രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിടെക് ഗേൾസിൻ്റെ ഡ്രൈയിങ് ഏരിയ എങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ടൂർ ഇവിടെ കഴിഞ്ഞു. ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് ഇവിടെ കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ വീഡിയോ ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം ഞാൻ ഈ ഒരു സെമസ്റ്റർ എക്സാമിൻ്റെ ഇടയിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സന്തോഷിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.